ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റിൽ തന്നെ കുളിസീനൊക്കെ ആണല്ലോ കാണിക്കുന്നത്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? കുളിച്ച് റെഡിയായി എവിടെയാണ് പോകുന്നതല്ലേ? പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇന്ന് പോകുന്നതിൽ എപ്പോഴത്തേനും ഇങ്ങോട്ട് കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്താണ് ആ ഹാപ്പിനെസ് എന്നൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. ധൻഷു ബേബി നല്ല ഉറക്കത്തിലാണ്. ഇനി അവനെ എണീച്ചിട്ട് വേണം കുളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കും ഞാനിതാ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ധൻഷു ബേബി എണീച്ച് ഫുഡൊക്കെ കഴിച്ച് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇനി ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. നൈസായിട്ടുള്ളൊരു സിമ്പിൾ ഡ്രസ്സാണ് ഗൈസ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോ അങ്ങനെ ഏതോ ഒരു ആപ്പിൽ നിന്ന് മേടിച്ചതാണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ധൻഷു ബേബി റെഡിയാക്കണം. ഞാൻ റെഡിയായതിന് ശേഷം അവനെ റെഡിയാക്കാമെന്ന് കരുതി. അതാ റെഡി ആയിട്ടുണ്ട്. മുടിയൊക്കെ കുളിച്ചതുകൊണ്ട് ഒരു എന്താ പറയുക ഇതായിട്ട് ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും ഹസ്ബൻഡും മകനും കൂടിയാണ് പോകുന്നത്. ഞാൻ ഉണ്ടാക്കിയ ലൈറ്റാണ് എടുത്തെടുത്ത് പറയുന്നുണ്ടാവില്ലേ ഓരോ വീഡിയോയിലും. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ താഴത്ത് ഇതുപോലെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേ ഭയങ്കര ഒരു കളറാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുണ്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതുപോലത്തെ ലൈറ്റ്സ് ഇനിയും ഉണ്ടാക്കണം എന്ന് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ധൻഷു ബേബീനെ ഒരുക്കാണ് ഇവിടെ ആകാശിനെ അവൻ ആപ്പി എന്നാണ് വിളിക്കാറ്. ആപ്പൻ എന്നുള്ളത് ആപ്പിയാക്കി ചുരുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ മുടിയൊക്കെ ചീകി കൊടുത്ത് വൃത്തിയാക്കണേ. എനിക്ക് ബോയ്സിൻ്റെ മുടി ചീകൽ പരിപാടിയൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവരാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ധൻഷു ബേബി ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ക്ഷീണത്തിലൊക്കെയാണ് കേട്ടോ ആളിന്ന്. അപ്പോൾ നമ്മളങ്ങനെ പോവാണ് കേട്ടോ വഴി. ഇതിപ്പോൾ ധർമ്മശാല എത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ രാത്രി ഇതുപോലെ എവിടെ പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം തന്നെ ആയിരിക്കുമല്ലേ രാത്രിയിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ധൻഷുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇവൻ രാത്രിയിൽ ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാളിലെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ അവനത് കാണുമ്പം. പിന്നെ നമ്മളെ മുത്തപ്പനെ കാണാൻ പോകുന്നത് തന്നെ മനസ്സിന് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പം എന്നും പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ഹാപ്പിനെസ് അധികമുണ്ട് എനിക്കെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ മുത്തപ്പൻ്റെ ഒരു ഛായാചിത്രം ഇവിടെ പറശ്ശിനിയിൽ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് കാണാമല്ലോ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ചേട്ടനാണ്. ചേട്ടൻ്റെ പേര് പ്രശാന്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇവിടെ കുറേ കാലമായിട്ട് ഇവിടെ പറശ്ശിനിയിൽ ഇതുപോലെ കച്ചവടമാണ് കേട്ടോ. ധൻഷു ബേബിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായത്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ വരച്ച ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് തിരക്കിയില്ല കേട്ടോ, എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, എവിടെയാണ് അത് വെച്ചേക്കുന്നത് എന്നുള്ളത്. കാരണം എനിക്ക് തന്നെ അത് എന്താ പറയുക കണ്ടുപിടിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അടുത്തും ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളിതാ കയറിയിട്ടുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടോ ചോദിച്ചാൽ വലിയ തിരക്കില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളിതാ ഇതിൽ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ധൻഷു ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു പിന്നെ ബോബോ വെള്ളം കുടിക്കുന്നുണ്ട്. മുത്തപ്പൻ്റെ വാഹനമാണല്ലോ, വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ നിന്ന്. അത് ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മടപ്പുരക്കുള്ളിലൊന്നും ഫോൺ കൊണ്ടുപോകുന്നില്ല, കാരണം അവിടെ അലൗഡ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് അവിടെ ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതാ എല്ലാവരും കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ. വലിയ തിരക്ക് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മുത്തപ്പൻ്റെ ഛായാചിത്രം ഇവിടെ എന്താ പറയുക കൊടുക്കാൻ വേണ്ടി വരുമ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. മുത്തപ്പൻ്റെ കയ്യിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ തപ്പുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ എവിടെയും എൻ്റെ ഫോട്ടോസ് കാണുന്നില്ല. അപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ ഉത്സവം തുടങ്ങാറായിട്ടുണ്ട്. അതിന് കുറച്ച്
ആഴ്ചകൾ മുന്നെയാണ് നമ്മൾ പോയത്, ഒരു 2 ആഴ്ച മുന്നേ. അപ്പം ഉത്സവം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ പിക്ചറെല്ലാം തന്നെ അവിടുന്ന് അവർ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെവിടെ എടുത്ത് വേറെ എവിടെയോ കൊണ്ടുവച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പിക്ചർ കാണാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. അപ്പോൾ ചെറുതായിട്ടൊരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതങ്ങ് സെറ്റായിട്ടോ. എന്തായാലും ഫുഡ് കഴിക്കുന്ന ഏരിയയിലെല്ലാം ഫോട്ടോ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കുന്ന അവിടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇല്ല, എല്ലാ പിക്ചറും അവിടെ നിന്ന് അഴിച്ചു മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറശ്ശിനിയിൽ വരുന്നവർക്ക് പുതുതായിട്ട് ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. അവിടെ ഒരു ATM ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി പൈസ എടുക്കാനും കാരണം നമ്മൾ എന്താ പറയുക കുറച്ച് അങ്ങോട്ടൊന്നും പോകണ്ട, പറശ്ശിനിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ധനുഷ് ബേബി എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. കുറേ സമയം അവിടെ അപ്പുറത്തൊരു ബോബോ കിടപ്പുണ്ടായിരുന്നു, അതിനെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്താ ആൾ പറയുന്നതെന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഈ ഒരു ബോബോ ഇവിടുന്ന് എന്താ ആക്ഷൻ കളിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ധനുഷു എൻ്റെ അടുത്താണ് ഉണ്ടായിരുന്നത്, അവൻ്റെ അച്ഛനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോയതാട്ടോ. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ കയറിയത് എൻ്റെ നോട്ടം ഫുള്ള് വാളിൻ്റെ മേലെയായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എങ്ങാനും വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ താഴത്താണ് സെറ്റ് ചെയ്തതെന്ന് എനിക്കറിയെങ്കിലും ഒന്ന് നമ്മൾ നോക്കി പോവുമല്ലേ ഇവിടെ എങ്ങാനും സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇവിടെയുള്ളവരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും കേട്ടോ. പക്ഷേങ്കിൽ അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ഇതുപോലെ പരതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള വലിയ വലിയ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇനി പറശ്ശിനി ഉത്സവത്തിന് പറ്റുവാണെങ്കിൽ വരണം എന്നാണ് ആഗ്രഹം. അങ്ങനെ നമ്മളിതാ പറശ്ശിനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ പുറത്തോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ധനുഷു ബേബി ഇനി അടുത്ത കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവന് കളിപ്പാട്ടങ്ങൾ മേടിക്കണമെന്ന് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേ. അപ്പം പോകുമ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ നമ്മൾ പിടിച്ച് നടക്കണം. അതുകൊണ്ട് വാങ്ങിക്കില്ല. എപ്പോഴും തിരിച്ച് വരുമ്പോഴേ നമ്മൾ വാങ്ങിക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവൻ ചെറിയ കാറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതാണ് വാങ്ങിച്ചു കൊടുത്തത്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒരു വണ്ടിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതവൻ സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതാണ് പുള്ളിക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇനി വരുമ്പോൾ എൻ്റെ ചിത്രം എനിക്ക് കാണാൻ പറ്റുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞാൻ അവിടെ കൊടുത്ത പിക്ചർ മുത്തപ്പൻ്റെ ഛായാചിത്രം ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ കാണാം കേട്ടോ ഞാനിത്. അപ്പോൾ ഇത് ചെയ്യുന്ന ഫുൾ വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കാണാം കേട്ടോ. ഫുള്ളായിട്ട് ഫാബ്രിക് പെയിൻറ്റ്, ആക്രിലിക് പെയിൻറ്റ് തുടങ്ങിയവ യൂസ് ചെയ്തൊരു ഛായാചിത്രമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ആരെങ്കിലും പറശ്ശിനിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എവിടെ വെച്ചെങ്കിലും ഈ ഫോട്ടോ, അതായത് എൻ്റെ പേരുണ്ട് ഹണി കരുണാകരൻ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഫോട്ടോ കാണാനിടയായാലും തീർച്ചയായും നിങ്ങൾ എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മുത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.